ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ അർജുന. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ്. ഞാൻ പുതിയ യൂട്യൂബറാണ്, നല്ല പുതിയതാണ്. ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല, എഡിറ്റിങ് കട്ടിങ് ഒന്നും പഠിച്ചിട്ടില്ല. സബ്സ്ക്രൈബ് അടിക്കണം, പക്ഷെ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും എനിക്ക് മൈൻക്രാഫ്റ്റ് 2 കൊല്ലമുണ്ട്. ഞാൻ പുതിയ വേൾഡ് ഉണ്ടാക്കും. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വേൾഡ്. ഇവിടെ വുഡും എന്തോ സ്റ്റോണ് മാത്രമുള്ളതെന്ന് തോന്നുന്നു. എനിക്ക് കേവില്ല, പിന്നെ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വുഡ് ഒബ്റ്റെയിൻ ചെയ്ത് ഓക്കെ, ഇനി സ്റ്റോണും കൂടി കണ്ടുപിടിക്കണം. സ്റ്റോണും കൂടിയുള്ള ആവശ്യമില്ല, ഇവിടെ നല്ല സ്റ്റോണും കണ്ടല്ലോ. ഇല്ലല്ലേ, ഇതൊന്നാണ് കേവ് ഉണ്ടാകുന്നത്. അങ്ങനെ കിട്ടിയപ്പോൾ വലിയ അതിനകത്ത് ഞാൻ വെച്ചടി ഇത് മാത്രം പോരായി, 5000 മാത്രം പോരാ. സ്റ്റോൺ എടുക്കാറുണ്ട്. പക്ഷേ അത് കണ്ടിട്ട് നല്ല കേവാണെന്ന് തോന്നുന്നു. അയാളൊക്കെ കിട്ടാനും നല്ലതായിരിക്കും. ഇപ്പൊ പിക്കാക്സ് മാത്രം മതി തോന്നിയിരിക്കുന്നു. എനിക്ക് ഇപ്പോൾ പിക്കാക്സ് മാത്രം മതി. അയ്യോ, എന്തായാലും അയൺ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് അറിയാല്ലേ, അയൺ കിട്ടിയാൽ പിന്നെ അയണിൻ്റെ സോഡ കിട്ടിയാൽ പിന്നെ എനിക്ക് ഒരു എണ്ണത്തിനെയും പേടിയില്ല. അത്ര നോക്കിയിട്ട് താഴോട്ട് ഇറങ്ങും. ഇവിടെ വിചാരിക്കും താഴോട്ട് ഇറങ്ങാൻ പേടിയില്ല. ഇപ്പം ഇറങ്ങും. നല്ല കണ്ടിട്ട് തോന്നുന്നില്ല. പെട്ടെന്നൊരു കാര്യം വരിക, നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് എനിക്ക് ഇത്ര കഷ്ടപ്പെട്ട് കിട്ടിയ സാധനങ്ങളൊന്നും കളയാൻ പറ്റത്തില്ല. നമുക്ക് കീപ്പ് ഇൻവെൻ്ററി ഓണാക്കി വെക്കാം. ഓക്കെ, കീപ്പ് ഇൻവെൻ്ററി അങ്ങനെ ഓണാക്കി വെച്ച്
സോംബി ആരാത്? ഓ സോംബി ചത്തില്ലേ? ചത്തില്ല. ഓ ഈ കേവ് കണ്ടിട്ട് എന്തോ സ്കെലിട്ടൺ. ഈ സ്കെലിട്ടൺ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോൾ കൊല്ലാൻ പറ്റത്തില്ല. എന്നാലും നോക്കാം. നിൽക്കണം സ്കെലിട്ടൺ. അയ്യോ ചത്തി. ഇനി ഇച്ചിരി കൂടി നമുക്കിപ്പോൾ ലെവൽ ചെയ്യാനുണ്ട്, അപ്ഗ്രേഡ് ആവാനുണ്ട്. ഇനി ഫുൾ അങ്ങോട്ട് മോബ്സാ. ഈ അങ്ങോട്ടുണ്ട്. അതുകൊണ്ടാണ് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ പാർട്ടായിട്ട് എനിക്ക് വരുന്നത്. ഞാൻ പറഞ്ഞൊരു മൈൻക്രാഫ്റ്റ് മാത്രമല്ല ചെയ്യുന്ന. ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇനി ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ശരി, ഞാനങ്ങോട്ട് പോകുന്നു. നിങ്ങൾ പറയുന്ന വില കൂടിയ ഗെയിമെന്ന് പറയല്. എന്നാലും വില കൂടിയ ഗെയിമെന്ന് ലിറ്റിൽ നൈറ്റ്മേഴ്സ്, ഇപ്പോൾ അതുപോലത്തെ ഗെയിംസൊക്കെ എനിക്ക് അതുകൊണ്ട് അതിനകത്ത് പറ്റുന്ന റോബ്ലോക്സ്, സ്റ്റീഡിയം റിയോട്ട്, അതുപോലത്തെ എല്ലാ ഗെയിമും കളിക്കും. ഓക്കെ, ഈ ഗെയിം എനിക്ക് കളത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് വേറെ ഗെയിം കണ്ടുപിടിക്കും. പക്ഷേ നല്ല ദൂരമായിരിക്കും. അതുമാത്രമല്ല അത് നിങ്ങളെ ബോറടിപ്പിക്കുകയും ചെയ്യും. എനിക്ക് എഡിറ്റ് കട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അടുത്തുള്ളൊരു ഗെയിമിലോട്ടാണ് പോകും. നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഒന്നും വേണ്ട, എനിക്ക് സോഡ ഉണ്ടാക്കാനൊരു അയണൊക്കെ കിട്ടിയാൽ മതി. അത്ര എനിക്ക് പറ്റും. അത്ര ചെയ്യുമ്പോൾ എനിക്ക് മതി. മാക്സിനെ കൊല്ലാൻ. മാക്സ്, സോംബി, സ്കെലിട്ടൺ, ക്രീപ്പർ, സ്പൈഡർ, വിച്ച്, അതൊക്കെ മതി. എനിക്ക് അയൺ സോഡ് മാത്രം മതി. ഞാൻ പറഞ്ഞ അയൺ സോഡ് വെച്ച് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അവിടെ. ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ആദ്യം തുടങ്ങിയ മൈൻക്രാഫ്റ്റ് വേൾഡ് കാണിക്കാന്നല്ലേ. അത് ഇച്ചിരി അപ്ഗ്രേഡ്മെൻറ്റ് കുഴപ്പമില്ല. ക്രീപ്പർ. അയ്യോ, ക്രീപ്പറൊക്കെ നശിച്ച ജന്തുക്കൾ. പെട്ടെന്ന് സോംബിയുടെ സൗണ്ട് കേൾക്കുന്നത്.
ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചെയ്യേണ്ടത് അറിഞ്ഞൂടെ, ഞാൻ വെറുതെ ഇങ്ങനെ അനുഭവം. നമ്മൾ സ്റ്റാർ വേഷന് ചിലവായിരിക്കും കേട്ടോ. ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണം ഞാൻ പെട്ട് അയം കിട്ടി. എൻ്റെ മൈൻസ് അതെൻ്റെ ഗോൾഡ് ഇരിക്കുന്നു. എങ്ങനെയാലും അതിരിക്കണം. പേരെന്താ ചെയ്യുക? പെട്ടിരിക്കുക. ഇൻവെന്ററിയിൽ രക്ഷപ്പെടാൻ ക്രാഫ്റ്റിംഗ് ടേബിളും വെച്ച് രക്ഷപ്പെടാം. എന്നതിൻ്റെ അളപ്പായിരുന്നു എനിക്ക്. ദൈവത്തെ ഇഷ്ടമില്ലാത്ത ഈ ഉണ്ടാകോട്ട് എനിക്ക് ഈ ഗെയിമിനോട് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇപ്പോൾ തന്നെ വെച്ചാൽ നിർത്താം. നിങ്ങളിനി കമൻറ്റിൻ്റെ ഇടയിൽ പോയിട്ട് ഏത് ഗെയിം കളിക്കേണ്ടത് കമൻറ്റ് കിട്ടും. റോബ്ലോക്സ് വേണോ, ഫൈവ് നൈറ്റ്സ് അറ്റ് ഫ്രെഡി വേണോ, പബ്ജി വേണോ, അതുപോലെ പബ്ജി വേണോ, ഫ്രീ വേണോ, എന്ത് വേണേലും കിട്ടും. ഏത് കിട്ടും, കുഴപ്പമില്ല. ബൈ ഗൈസ്, സീ യു ടുമോറോ.